ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മിസ്റ്റർ ആൻഡ് മിസ്സസ് ഷെഫ് ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല രുചിയുള്ള ഒരു ചെറുപയർ കറിയാണ്. ഇത് ഞങ്ങളുടെ ചർച്ചിലെ കൊച്ചുമോൾ ആൻറ്റിയുടെ റെസിപ്പിയാണ്. സാധാരണ നമ്മൾ തേങ്ങ അരച്ച് ഉണ്ടാക്കുന്ന കറി പോലെ തന്നെയാണ്, എന്നാൽ ഇതിലെ ചെറിയ വ്യത്യാസങ്ങളാണ് ഈ കറീനെ വ്യത്യസ്തവും രുചികരമാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ കറി തയ്യാറാക്കുന്നത് നോക്കാം. കറി തയ്യാറാക്കിയെടുക്കാൻ നമുക്ക് 1 കപ്പ് ചെറുപയർ രാത്രി വെള്ളത്തിൽ നന്നായി കുതിർത്തിയെടുത്ത് നല്ലവണ്ണം കഴുകി അതിലെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1-2 തണ്ട് കറിവേപ്പില ഇട്ടാം. പിന്നെ അതിൻ്റെ കൂടെ 5-6 വെളുത്തുള്ളി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്കറിൽ ഒരു 3 വിസിൽ നന്നായിട്ട് വേവിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്ക് തേങ്ങയുടെ അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു 2 പിടി ചിരകിയ തേങ്ങ അല്ലെങ്കിൽ ഒരു അരമുറി തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ഒരു നുള്ള് ചെറിയ ജീരകം, കൂടെ ഒരു വെളുത്തുള്ളി കീറിയത്, 4-5 ചെറിയുള്ളി അരിഞ്ഞത്, കൂടെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് അരയാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒരു 1/4 ഭാഗം അരഞ്ഞു വന്നു കഴിഞ്ഞാൽ നമുക്കിനി ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ അരപ്പ് നമുക്കിനി നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കറിയുടെ ചാറിന് ആവശ്യമായിട്ടുള്ള അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. കൂടെ ഒരു പച്ചമുളക് കീറിയതും ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് ചെറിയ തീയിൽ 1 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ആ സമയത്ത് നമുക്ക് കടുക് താളിച്ചെടുക്കുക. അതിനുവേണ്ടി ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കുമ്പോൾ 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. ഇനി അതിലേക്ക് ഒരു 3-4 ചെറിയുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. കൂടെ കുറച്ച് കറിവേപ്പിലയും പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് 5-6 വറ്റൽമുളകും ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അവയെല്ലാം എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. മഞ്ഞൾപ്പൊടിയും ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇനി നമ്മൾ തേങ്ങ അരപ്പിൽ ഒഴിച്ച് തിളപ്പിച്ചെടുത്തിട്ടുള്ള ആ ചെറുപയർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ചെറുപയർ വേവിക്കുമ്പോൾ അതിനകത്ത് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ടാണ് വേവിച്ചത്. അതുകൊണ്ട് ഈ സമയത്ത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ചൊന്ന് ഉപ്പ് ചേർത്ത് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് എത്രമാത്രം ചാറ് കുറുകി വരണോ അത്രയും നമുക്കിതൊന്ന് ചെറിയ തീയിലിട്ടൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ ചെറുപയർ കറി ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കിയ ഈ തേങ്ങ അരച്ച ചെറുപയർ കറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പുട്ട്, അതുപോലെ ദോശ, ചോറ് ഇതിൻ്റെ കൂടെയൊക്കെ ഒരുപോലെ ചേർന്ന് പോകുന്ന നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യുക. കൂടെ ഒരു ലൈക്ക് അടിക്കുക. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്സുകൾ കമൻസിൽ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയ പുതിയ വിഭവങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ.